ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് 3ഉം 4ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്രീമന്നാരായണീയം ദശകം 61 വിപ്രപത്ന്യനുഗ്രഹം. ശ്ലോകം 3. ഗതേഷ്വഥോ തേഷ്വഭിധായ തേ ഭിതാം കുമാരകേശോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാ. നമുക്കതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. ഗതേഷു അഥോ തേഷു അഭിധായ തേ അഭിതാം കുമാരകേഷു ഓദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അഭിനിന്യുർ അശ്രുതീം ന കിഞ്ചിത് ഊജുശ്ച മഹീസുരോത്തമാ. നമുക്കതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. പ്രഭോ എല്ലാറ്റിനും പ്രഭുവായിട്ടുള്ളവനെ. അഥ പിന്നീട് ഗതേഷു പോയ തേഷു ആ കുമാരകേഷു കുമാരന്മാർ തേ അവിടുത്തെ അഭിധാം പേര് അഭിധായ ഉച്ചരിച്ചിട്ട് ഓദനയാചിഷു ആഹാരം യാചിച്ചപ്പോൾ മഹീസുരോത്തമ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ ശ്രുതിസ്ഥിര കേൾവിയിലും വേദത്തിലും അഭി ഉറച്ചവരാണെങ്കിലും അശ്രുതിം കേൾക്കാത്ത ഭാവം അഭിനിന്യു അഭിനയിച്ച് കിഞ്ചിത് ഒന്നും ന ഊജു പറഞ്ഞില്ല. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഗതേഷു അഥോ ചേർത്തിട്ട് ഗതേഷു അഥോ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. തേഷു അഭിധായ ചേർത്തിട്ട് തേഷു അഭിധായ ഭി എന്നുള്ള അക്ഷരം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഗതേഷു എന്നുള്ളിടത്തുള്ള ശ്വാന്നും തേഷു അഭി എന്നുള്ളിടത്തെ ശ്വാന്നും ആ ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ഷാന്ന് കഴിഞ്ഞിട്ടുള്ളത്. തേ അഭിധാം അത് ചേർത്ത് ചൊല്ലുമ്പോൾ തേഭിധാം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധാം എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. കുമാരകേഷു ഓദന യാചിഷു ചേർത്തിട്ട് കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശ്രുതിസ്ഥിര സ്ഥി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. അഭിനിന്യുർ അശ്രുതിം ചേർത്തിട്ട് അപ്യഭിനിന്യുരശ്രുതിം ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ന കിഞ്ചിത് ഊജു ച ചേർത്ത് ചൊല്ലുമ്പോൾ കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാ നീട്ടിയിട്ട് വിസർഗം അങ്ങനെ നിർത്താം. ഗതേഷ്വഥോ തേഷ്വഭിധായ തേ ഭിതാം കുമാരകേഷ്വോദനയാചിഷു പ്രഭോ ശ്രുതിസ്ഥിരാ അപ്യഭിനിന്യുരശ്രുതിം ന കിഞ്ചിദൂജുശ്ച മഹീസുരോത്തമാ. അടുത്തത് 4ാമത്തെ ശ്ലോകം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാത ഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. നമുക്കിതിലെ വാക്കുകൾ പിരിച്ചിട്ട് അതിൻ്റെ അർത്ഥം നോക്കാം. അനാദരാത് ഖിന്ന ധിയോ ഹി ബാലകാ സമായയുർ യുക്തം ഇദം ഹി യജ്വസു ചിരാത് അഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. നമുക്കിതിലെ വാക്കുകളുടെ അർത്ഥം നോക്കാം. ബാലക ബാലകന്മാർ, അനാദരാത്
ബാലന്മാരുടെ വാക്ക് ബഹുമാനിക്കാതിരുന്നതിനാൽ ഖിന്നധിയ ദുഃഖിതരായി സമായയു ഹി മടങ്ങിപ്പോന്നു. ഇദം ഇത് യജ്വസു യജ്ഞമായി കർമ്മം മാത്രം ചെയ്യുന്ന ദ്വിജന്മാർക്ക് യുക്തം ഹി ചേർന്നതു തന്നെയാണ്. തേ ആ മഹീസുര ബ്രാഹ്മണർ ചിരാത് വളരെ കാലമായിട്ട് അഭക്ത ഖലു അഭക്തന്മാരാണല്ലോ. തൈ അവരാൽ ത്വയി അങ്ങിൽ ഭക്തം അന്നത്തെ കഥം എങ്ങനെ സമർപ്യതേഹി സമർപ്പിക്കപ്പെടുന്നു. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. അനാദരാത് ഖിന്നധിയോ ഖിന്നധിയോ. ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ഹി ബാലകാ നീട്ടിയിട്ട് വിസർഗം. സമായയുർ യുക്തം. ഇവിടെ എഴുതിയിരിക്കുന്നത് സമായയുര്യുക്തമിതം എന്നാണ്. അത് നമ്മൾ പിരിച്ചിട്ട് പറയുമ്പോൾ സമായയുർ യുക്തം ഇതം. യുക്തം എന്നുള്ളതിൻ്റെ കാത്ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. ഹി യജ്വസു ജ്വ എന്നാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. ചിരാദഭക്ത നീട്ടിയിട്ട് വിസർഗം. ഇവിടെയും അതേപോലെ താന്ന് കാത്താന്നാണ്. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖലു ഖ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. തേ മഹീസുരാ നീട്ടിയിട്ട് വിസർഗം. കഥം ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഹി ഭക്തം ഭ എന്നുള്ള അക്ഷരം ഊന്നി പറയണം. കാത്ത എന്നുള്ളത് ഒട്ടും ഊന്നണ്ട. ത്വയി ത്വ എന്നാവാനുള്ള ചിഹ്നം ശ്രദ്ധിച്ചോളൂ. തൈ എന്നവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ സമർപ്യതേ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ തൈ സമർപ്യതേ സാന്ന് ഡബിളായിട്ട് ചൊല്ലണം. അങ്ങനെ നിർത്താം. അനാദരാത് ഖിന്നധിയോ ഹി ബാലകാ സമായയുർയുക്തമിദം ഹി യജ്വസു ചിരാദഭക്താ ഖലു തേ മഹീസുരാ കഥം ഹി ഭക്തം ത്വയി തൈ സമർപ്യതേ. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.